ഹൃദയം മുറിയും അഴലിൽ വെന്താലും മകനെ പുറമേ കരയിൽ ഏതാണും ഹൃദയം ഒരു നാൾ അറിയും നിന്നച്ഛൻ മകനെ സമുദായത്തിലെ കുടുംബത്തിലേക്ക് വീണ്ടും സുതാര്യമായും കുടുംബം എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പിനെ തന്നെ ഉമ്മയും കുടുംബവും ഇവിടെ ആവശ്യമുള്ള വസ്ത്രങ്ങൾ അച്ഛന്മാർക്കും അമ്മമാർക്കും പുതിയ വസ്ത്രങ്ങളായിട്ടാണ് വന്നത്. പക്ഷെ അപ്പൊ ഉമ്മ പറഞ്ഞിരുന്നത് ഞാൻ തൊട്ടടുത്ത ദിവസം തന്നെ ഇവിടെ എത്തുമെന്ന്. പക്ഷെ ആ ദിവസങ്ങൾ നീണ്ടുപോയില്ല. ഓണത്തിന്റെ ആഘോഷത്തിനിടയിൽ തന്നെ ഉമ്മയും ഉമ്മയുടെ മകളും വീണ്ടും എത്തിയിരിക്കുകയാണ്. അത് വെറുതെ അല്ല പറഞ്ഞത്. നമ്മുടെ ചിൽഡ്രൻസ് ഹോമിലെ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് പുതിയ വസ്ത്രങ്ങളായിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. ഏറെ സ്നേഹവും സന്തോഷവും ഉമ്മയും ഉമ്മയുടെ കുടുംബത്തെയും. അതോടൊപ്പം തന്നെ ഈ വസ്ത്രങ്ങള് ഉമ്മ ഒരാളുടെ പറഞ്ഞു ഇങ്ങനെ ഒരു സെന്ററുണ്ട്, ആ സെന്ററിൽ ഞാൻ പോകുന്നതാണ്, അതുകൊണ്ട് നിങ്ങൾ അവിടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഓണക്കോടി തരണമെന്ന് പറഞ്ഞപ്പോൾ ആ വലിയ വ്യക്തി ഒരു മനസ്സിന്റെ നിലനിർമ്മ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അത് വാങ്ങാനുള്ള പൈസ ഉമ്മയിലേക്ക് കൊടുത്ത് ഉമ്മ വസ്ത്രമായിട്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത്. പിന്നീട് അങ്ങനെ കടയിൽ പോയിരുന്ന് ഞങ്ങൾ പരസ്പരം പറഞ്ഞു. അപ്പൊ എന്റെ ഭർത്താവിന്റെ അടുത്ത് പറഞ്ഞപ്പോ ഭർത്താവ് പറഞ്ഞു, നിങ്ങളുടെ വിളിച്ചപ്പോ പറഞ്ഞില്ലായിരുന്നു അവിടെ. ഞാൻ പറഞ്ഞില്ല, പറഞ്ഞില്ലായിരുന്നു. ഇനിയിപ്പോ അതിനൊരു വഴി ആരെങ്കിലും കാണിച്ചു തരും, നീ സമാധാനപ്പെടണം. അതിനെല്ലാവരും മതതത്തിൽ കാണും. ഈ സമാധാനപ്പെടെന്ന് പറയുന്നതിൽ കാണുന്നുണ്ടെങ്കിൽ അപ്പൊ കടയിലൊരു പയ്യൻ ചായ കുടിക്കാൻ വന്ന പയ്യനെ എടുത്ത് ഞാൻ പറഞ്ഞു, മോനെ പിന്നെ അവൻ നിൽക്കുന്നിട്ട് ഞാൻ നമ്മളോട് സഹകരിക്കണം ഉണ്ടായിരിക്കുകയൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലുണ്ട്. ഞാൻ എന്നോട് പറഞ്ഞു, മോനെ ഞാൻ ഇന്നലെ പോയി ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ അവിടെ പോയപ്പോ മനസ്സിന് സന്തോഷമില്ലാതെ വന്നു. അതെന്ത് പറ്റിയുമായി ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അവിടെ 7 കുഞ്ഞുങ്ങളുണ്ട്. ആ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് എടുത്തില്ല. അപ്പൊ ഓണത്തിന് നമുക്ക് അവർക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഇതുവരെ ഒന്നും ദിവസവും ഇല്ല, ഇന്ന് കണ്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു, വിഷമിക്കില്ല, അവർക്കുള്ള ഡ്രസ്സ് ഞാൻ ഇവരെ ഏൽപ്പിക്കാൻ പൈസ തരാമെന്ന് പറഞ്ഞെങ്കിലും അവന്റെ ബാക്കി ഞാൻ വിശ്വസിച്ചില്ല. എങ്കിലും എല്ലാവരും എന്നെ മക്കളും അവരെയൊക്കെ പറഞ്ഞതൊന്നും കിട്ടാനല്ലെന്ന് പറഞ്ഞു. എങ്കിലും ഞങ്ങളൊരു കണക്കൂട്ടലുണ്ടായിരുന്നു, ഇങ്ങനെയെങ്കിലും അവർക്ക് എത്തിക്കണമെന്ന്. അങ്ങനെ ഇരുന്നപ്പോ തന്നെ ഇന്നലെ അവൻ കൊണ്ടുവന്ന് പൈസ തന്നു. ഉടനെ തന്നെ രാത്രി തന്നെ മോളെ ഡ്രസ്സ് എടുപ്പിച്ചു. ആ ഡ്രസ്സുമായിട്ടാണ് ഇവിടെ വന്നത്. കുഞ്ഞുങ്ങളെ ഇട്ട് അവരെ ഇട്ട് ഫോട്ടോ എടുത്ത് അദ്ദേഹത്തിന് അയച്ചു കൊടുക്കണം. കാരണം അയാളുടെ മനസ്സിൽ തോന്നും, ഞാൻ ഇനി ഈ കാശ് എടുത്ത് എന്ത് ചെയ്തു, ഇത് ചുമ്മാതെ പറയുകയാണോ പറ്റിക്കലാണോ എന്ന് വിചാരിക്കും. അതിനുവേണ്ടിയാണ് ഇന്ന് തന്നെ ഇത് കൊണ്ട് ഇവിടെ എത്തിയത്. ഇനി അവർ പ്രത്യേക താമസം അവിടോട്ട് പോയി അവർക്കെല്ലാം കൊടുത്ത് അവരുടെ സന്തോഷവും കണ്ട് ആ ഫോട്ടോ എടുത്ത് ആ പയ്യനെ ഇട്ട് കൊടുക്കും. അവനത് ചെയ്യാനും പൈസ കൊണ്ട് തരാനും മനസ്സിനെ സമാധാനപ്പെടുത്താനും പറഞ്ഞതിന് ഒരു കോടി പുണ്യം, ഒരു കോടി നന്ദി അവനോട് പറയുന്നു. ഇന്ന് ഇവിടെ വേണമെന്ന് വിചാരിച്ചതല്ല, അമ്മായിക്ക് ഒറ്റ നിർബന്ധം ഇന്ന് തന്നെ വേണമെന്ന്. അങ്ങനെ ഇന്നലെ പോയി തരാൻ വാങ്ങിച്ച് പെട്ടെന്ന് തന്നെ വരികയായിരുന്നു.